സുഹൃത്തുക്കളെ, 2 ദിവസമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബോച്ചെ എന്ന് പറയുന്ന തനി കോഴിയെക്കുറിച്ചാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോഴിയാണ്. അത് ഒരു അലങ്കാരമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളാണത്. എട്ടുകാലി മമ്മൂഞ്ഞാണ്. ലോകത്ത് അദ്ദേഹത്തിൻ്റെ മക്കളെക്കാൾ പ്രായം കുറഞ്ഞ പെൺകുട്ടികളോട് വരെ വളരെ മോശമായ അശ്ലീല പ്രയോഗങ്ങൾ, ദയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നടത്തുകയും ഇയാൾ ആകെ ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന ആളാണ്, തല കൊണ്ടല്ല ചിന്തിക്കുക. ഇയാൾക്ക് എന്തോ അതുമായിട്ട് ബന്ധപ്പെട്ട ആ സാധനങ്ങൾ കണ്ടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. വരിയടച്ച് വിടണതിനെയൊക്കെ സാമൂഹിക വിരുദ്ധനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇന്നൊരു പെൺകുട്ടി പരാതിയുമായിട്ട് വിശദമായൊരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അയാളിൽ നിന്നുണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങൾ, അയാൾ ആ കുട്ടിയെ ട്യൂൺ ചെയ്യാൻ ശ്രമിച്ചതിനെ കുറിച്ചൊക്കെ അതിലേക്ക് വരാം. അത് ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങളെ. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടാണ് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബോബി ചെമ്മണ്ണൂർ, നമ്മുടെ ബോച്ചയും ഹണി റോസും തമ്മിലുള്ള ഒരു ഇഷ്യൂ. അപ്പം നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഡൂഡ് സീക്രട്ട് ഏജന്റ് ഇട്ട വീഡിയോന്റെ അകത്ത്, കഴിഞ്ഞ 2 വീഡിയോന്റെ അകത്ത് ഒരു ഇൻസിഡന്റ് പരാമർശിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ വന്ന് പറയും ആ ഇൻസിഡന്റ് എന്താണ്, ആൾക്കുണ്ടായ അനുഭവം എന്താണെന്ന് വന്ന് പറയും. ആ ആള് ഞാനാണ്. ഓക്കെ, ആ ഇൻസിഡന്റ് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ. ഈ ഏജന്റ് ആളതിനേക്കാൾ പോക്കാം കേട്ടോ. വേറെ കാര്യം, ഏജന്റിന്റെ കാര്യം വിട്ടേക്ക്. ഏജന്റ് എങ്ങനെയെങ്കിലും ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളിൽ കയറി പിടിച്ച് ഓരോരുത്തരെ സോപ്പിട്ട് ഓരോരുത്തരുടെ അടുത്ത് ആക്സസ് ഉണ്ടാക്കി. നമുക്കൊക്കെയുള്ള ആക്സസ് ഏജന്റിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏജന്റ് കേരളത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ആയിട്ട് മാറാൻ ശ്രമിക്കും. നമ്മളൊക്കെ ഓരോ ആൾക്കാരെ ഏജന്റിനുള്ള ബന്ധങ്ങളെക്കാൾ വലിയ ബന്ധങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മളതൊന്നും പുറത്ത് അനാവശ്യമായി വെളിപ്പെടുത്തുകയോ അത് ദുരുപയോഗപ്പെടുത്തുകയോ ചെയ്യാറില്ല. അത് പോട്ടെ, ഈ കുട്ടിക്ക് ചിലപ്പോൾ അബദ്ധത്തിൽ അതിൽ പെട്ടുപോയതായിരിക്കും ഞാൻ കരുതുന്നു. ചെയ്യുന്നതും ഈ ഒരു സമയം അതിന് ആപ്റ്റാണ് എന്ന് തോന്നുന്നതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 4 years അല്ലെങ്കിൽ 3 years ബാക്ക്, 4 years ബാക്ക് ആണ് തോന്നുന്നു. എനിക്കൊരു പ്രാവശ്യം കോള് വന്നു. നമുക്ക് ട്രൂ കോളറിൽ കാണിക്കുമല്ലോ, ബോബി ചെമ്മണ്ണൂർ എന്നാണ് ട്രൂ കോളറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പം തട്ടിപ്പായിരിക്കും, കാരണം എന്റെ തന്നെ ഫ്രണ്ട്സ് പല പേരും ട്രൂ കോളറിൽ സേവ് ചെയ്തിടാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട്, എന്റെ ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ, എന്തായാലും ബോബി ചെമ്മണ്ണൂർ എന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഈ പറയുന്ന പോലെ ബോബി ചെമ്മണ്ണൂർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു ഇത് ആരെങ്കിലും നമുക്ക് ഈ സ്പാം കോൾസ് ഒക്കെ വരുന്നത് പോലെ മിമിക്രി എങ്ങനെ ചെയ്യുന്നതാണോ എന്ന് വിചാരിച്ചു. പക്ഷെ അല്ല. പിന്നെ അവർ സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ കാഞ്ഞങ്ങാട് എങ്ങാനും ഒരു പ്രോപ്പർട്ടി റിസോർട്ട് പോലെയുള്ള പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട്. സോ കൊളാബറേഷൻ അല്ലെങ്കിൽ അതിന്റെ കൊളാബറേഷൻസും ഈ പ്രൊമോഷൻസ് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ്. കാലിക്കറ്റ് എപ്പോഴെങ്കിലും ആൾക്ക് കാലിക്കറ്റ് എന്തോ വീടോ അങ്ങനെ എന്തോ ഉണ്ട്. കാലിക്കറ്റ് എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞു. എന്നാ ഓക്കെ എന്ന് ഞാനും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്റെ അമ്മേന്റെ നാട് കാലിക്കറ്റ് ആണ്. അപ്പൊ നമുക്ക് അവിടെ പോകാനുണ്ടായ സമയത്ത് ആളെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ആളവിടെ ഉണ്ടായിരുന്നു. ഞങ്ങള് പോയത് ഞാൻ, എന്റെ അച്ഛൻ, എന്റെ അമ്മ, മാമൻ, അച്ഛന്റെ ഒരു ഫ്രണ്ട്, അതുപോലെ തന്നെ ഡൂഡ്, ജിത്തുബായി, അബിയേട്ടൻ, അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാർ, എനിക്കൊന്ന് പ്രവിയേട്ടൻ ഉണ്ടായിരുന്നു തോന്നുന്നു, എനിക്കത് ഓർമ്മയില്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാർ, ഒരു 10ഓളം ആൾക്കാർ തന്നെ, കുട്ടിക്ക് 10ഓളം ആൾക്കാരാണ് കാലിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവര് ആ സമയത്ത്, ഈ ബോബി ചെമ്മണ്ണൂർ ആ സമയത്ത് ബീച്ചിൽ എന്തോ നടക്കാൻ എന്തോ പോയി തിരിച്ചു വരുന്നതാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് കണ്ടു. അപ്പൊ പറഞ്ഞു വരും നമുക്ക് ഗസ്റ്റ് ഹൗസിലേക്ക്. അപ്പൊ ഞാൻ അച്ഛനും അമ്മയും ഒക്കെ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഉണ്ടായിരുന്നത്. ഞാൻ നേരെ ഓപ്പോസിറ്റ് സൈഡ് പോയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആള് പറഞ്ഞു കയറി നമുക്ക് ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നു സംസാരിക്കാം, ഭയങ്കര വെയിലല്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ അച്ഛനും അമ്മയും എല്ലാരും ഉണ്ട്, എല്ലാരും വരട്ടെ എന്ന്. അപ്പൊ ആള് ഓക്കെ പറഞ്ഞു. അങ്ങനെ അച്ഛനമ്മ, ഞാൻ, മാമൻ, ഞങ്ങള് അച്ഛന്റെ ഫ്രണ്ടും ഞങ്ങൾ ആളുടെ കാലിക്കറ്റുള്ള ഗസ്റ്റ് ഹൗസോ വീടോ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോയി. അപ്പൊ അവരവിടുന്ന് കുടിക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊന്നും വേണ്ട പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ ആളെന്റെ അടുത്ത് ചോദിച്ചു എത്ര ഏജാ ചോദിച്ചു. ഞാൻ ഏജ് പറഞ്ഞു. ഞാൻ വിചാരിച്ചു 10th എങ്ങാൻ ഇപ്പൊ അല്ല, 4 years മുന്നേ ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടാണ് ഉണ്ടായത്. അപ്പൊ പറഞ്ഞു അങ്ങനെ കണ്ടാ പറയും. അങ്ങനെ കുറച്ച് നമ്മള്
കുറെ കോൺവെർസേഷൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു ആൾക്ക് ഹൈലൈറ്റ് മോളില് അവിടെ ബിസിനസ് എന്തോ മീറ്റിംഗ് കാര്യങ്ങളുണ്ട്, അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഡൂഡും ഫ്രണ്ട്സും ഈ കണ്ടാൽ 10 കൊല്ലം പഠിക്കുകയാണ്, സ്കൂളിൽ പഠിക്കുകയാണെന്ന് കരുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം വേറുന്നുണ്ട്. ഇപ്പൊ ഈ സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഒരു ആൾദൈവം ഉണ്ടായിരുന്നു, സ്വാമി. അവൻ ജയിലിൽ കിടന്ന് ചത്തുപോയി, വൃത്തികെട്ടവൻ. അവൻ അനാഥാലയം പോലെ തുടങ്ങിയിട്ട് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് 16 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെയാണ്, മാക്സിമം പോയ 17 വയസ്സ്. സ്വീറ്റ് 17 എന്നാണല്ലോ നമ്മളെ പഴയ കാഴ്ചപ്പാട്. 17 കഴിഞ്ഞാൽ മധുരം തീർന്നു എന്നാണ്. അതൊക്കെ പഴയ കാലത്തെ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ ഇവൻ ഈ പിന്നെ ഈ യൗവനം നിലനിർത്താൻ ബാലികാശയനം നല്ലതാണ് എന്ന് കണ്ടുപിടിച്ച ഒരാളാണ് ഈ സന്തോഷ് മാധവൻ. അങ്ങനെയുള്ള ചില വൃത്തികെട്ടവന്മാരുടെ കൂട്ടത്തിൽ തന്നെയാണ് ബോച്ചയിൽ നിൽക്കുന്നതെന്നും അയാളുടെ മകള് സത്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, മകളും മരുമകനും ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞ് പെൺകുട്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനൊരു 5-8 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മുത്തശ്ശന്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തുകയോ ഒറ്റയ്ക്ക് നിർത്തുകയും ചെയ്യരുത്. അവരുടെ സമീപത്തിലല്ലാതെ അയാളുടെ കൂടെ വിടരുത് എന്നുള്ളതാണ് എനിക്ക് ആ കുടുംബത്തോട് പറയാനുള്ളത്. അങ്ങോട്ടേക്കാണ് ഹൈലൈറ്റിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ഹൈലൈറ്റ് പോയി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആളുടെ അപ്പുറമല്ല, ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ പോയ സമയത്ത് എന്നെ ഞങ്ങൾ അവിടെ എത്തിയ സമയത്തെ കാലിക്കറ്റ് എത്തിയ സമയത്ത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ PA-യും സെക്രട്ടറിയും ഏതോ ഒരാളാണ്. എനിക്ക് ആളുടെ ഫേസ് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ആ ആളാണ് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ എത്തിയ സമയത്ത് എന്നെ വീണ്ടും ഫോൺ വിളിച്ചിട്ട് എവിടെയുള്ള ചോദിച്ചു. ഞങ്ങൾ ഫുഡ് കോർട്ടിലുണ്ട് പറഞ്ഞു. അങ്ങനെ ഇയാൾ ഫുഡ് കോർട്ടിൽ വന്നു. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് എടുക്കാൻ പോയ സമയത്ത് ഡൂഡ് വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത്, ഞാൻ വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത്. അപ്പോ എന്റെ അടുത്ത് വന്നിട്ട് ഈ PA പറയുന്ന ആള് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ധന്യക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ, ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചേനെ കാണാൻ വരുന്നത് ചോദിച്ചു. ഐ വാസ് ലൈക്ക് അതിനിപ്പോ എന്താണ്, ഞാൻ എല്ലായിടത്തേക്കും പോകുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ആരെങ്കിലും ഒക്കെ ലൈക്ക് അച്ഛൻ അമ്മ അല്ലെങ്കിൽ എന്റെ മാമന്മാര് ഏട്ടന്മാര്, അതായത് ഈ തെമ്മാടി പ്രതീക്ഷിച്ചത് ഈ കുട്ടി ഒറ്റയ്ക്ക് ചെല്ലുന്ന നമ്മളെ മീൻകാരി കനാനും നമ്മളെ ജാക്ക് ഫ്രൂട്ട് ചേച്ചി അഞ്ജിതയും ഒക്കെ പോയതുപോലെ ഒറ്റയ്ക്ക് കാണാൻ ചെല്ലും, ഒറ്റയ്ക്ക് കാരവനിൽ ചെല്ലും, ഒറ്റയ്ക്ക് ഗസ്റ്റ് ഹൗസിൽ ചെല്ലും, ഒറ്റയ്ക്ക് ബെഡ്റൂമിൽ ചെല്ലും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ പൊട്ടൻ ഈ കുട്ടിയെ, ഈ ബുദ്ധിയുള്ള കുട്ടിയെ അതിന് നോക്കിയത്. അങ്ങനെ പോകുന്ന പൈസയ്ക്ക് വേണ്ടി ഏത് രീതിയിലുള്ള അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ഈ മറ്റേ ചക്കനായരും മറ്റേ മീൻകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിനെ അപമാനിക്കലാ. മീനൊക്കെ എന്ത് ടേസ്റ്റുള്ള സാധനം. എനിക്ക് സീ ഫുഡാണ് ഏറ്റവും ഇഷ്ടം. അപ്പം അങ്ങനെയാണ് കണക്കൂട്ടിയിട്ടാണ് ഈ കുട്ടിയെ ആ ഗണത്തിലാണ് പെടുത്തിയത്. അതിന്റെ ഭാഗമായിട്ട് പറ്റിപ്പോയ പ്രശ്നമാണ്, അബദ്ധം പറ്റിയതാണ്. എന്തായിരുന്നാലും ഇയാൾക്ക് ഇപ്പൊ കൈകൊള്ളിപ്പോയി. ഇയാൾ കരുതിയത് എല്ലാ പെണ്ണുങ്ങളെ ഒരേ കൂട്ടത്തിൽ കൂട്ടാന്നാണ് കരുതിയത്. എന്തായാലും കുട്ടിക്ക് പറയാനുള്ള ബാക്കി കാര്യങ്ങളും കൂടി നമുക്ക് കേൾക്കാം. പാർട്ട്ണർ അങ്ങനെ അല്ലാണ്ട് ഞാൻ എവിടെ അങ്ങനെ പോവാറില്ല. അപ്പൊ എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് ഞാൻ പോവാറുള്ളത്. അതിന് എവിടേക്കായാലും എത്ര വലിയ ആളെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ പോവാറുള്ളത്. ഞാൻ യൂഷ്വലി ഞാൻ ഇങ്ങനെയാണ് പോവാറുള്ളത്. അപ്പൊ ഇയാള് പറഞ്ഞു, ലേശം ചിന്തിച്ചൂടെ, ബോച്ചേനെയാണ് കാണാൻ വരുന്നത്. അപ്പൊ എനിക്കത് മനസ്സിലായിട്ടില്ല, സീരിയസ്ലി ട്രസ്റ്റ് മീ. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ആരെ ആയാലും ഞാൻ ഇങ്ങനെയാണ് പോവാറില്ലേ പറഞ്ഞപ്പോ ഈ സീക്രട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. ആരെയാണെങ്കിൽ ഞാൻ അങ്ങനെ കാണാൻ പോവാന്ന് പറയുമ്പോൾ ഇയാൾക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. കാരണം ഇയാള് കരുതിയത് ഒറ്റയ്ക്ക് കാണാൻ ചെല്ലുന്നുള്ളതാണ്, മറ്റുള്ളവരെ കൂട്ടിയിട്ട് കാണാൻ ചെല്ലും എന്നുള്ളൊരു പ്രതീക്ഷയോ ചിന്തയോ അയാൾക്കില്ല. അത് മനസ്സിലാക്കണം. കാരണം വളരെ ഈ ഇയാള് ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നുള്ളത്. അപ്പൊ ആള് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, പോയിക്കോ ഫുഡ് ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട്, അല്ല നീ അപ്പുറത്ത് ഫുഡ് എടുത്തോ, ഞാൻ ഇതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് എടുക്കാൻ പോയിട്ട് എനിക്ക് സംഭവം ക്ലിയർ അല്ല. ഇവര് മെല്ലെയാണ് സംസാരിക്കുന്നുള്ളത്. ഡൂഡാണെങ്കിൽ ഡൂഡ് ഇയാള് മെല്ലെയാണ് സംസാരിക്കുന്നത്. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഡൂഡ് ഭയങ്കരമായിട്ട്
പിന്നെ റേസായി ഡൂഡ് അയാളെടുത്ത് പറഞ്ഞു പിന്നെ ബോച്ചയല്ല ഏതോനായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിന്റെ ചെള്ള ഞാൻ അടിച്ചു തിരിക്കും പറഞ്ഞു. അപ്പൊ അയാൾ വേഗം ഡൂഡിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു സായി കൃഷ്ണൻ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ആളെന്താ പറഞ്ഞത് ഒന്നും പറഞ്ഞിട്ടില്ല. ഡൂഡ് ഭയങ്കര റോങ് ആയി പറഞ്ഞു, മീൻസ് ഭയങ്കര റോങ് ആയി. ആളുടെ ഫേസും ഒക്കെ മൊത്തം മാറി. പിന്നെ അങ്ങനെ എല്ലാരും ആരടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല, ഡൂഡ് ആരടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ PA-ന്റെ അടുത്ത് ഭയങ്കര റോങ് ആയി. ഫുഡ് കഴിച്ച് എല്ലാവർക്കും പോവാം അങ്ങനെ പറഞ്ഞു. നമ്മൾ ഫുഡ് കഴിച്ചു, ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ വന്നു. എന്നിട്ട് ചോദിച്ചിട്ട് ആള് പറഞ്ഞിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞില്ലേ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ കാഞ്ഞങ്ങാട് പ്രോപ്പർട്ടി വരുന്നുണ്ട്, അപ്പൊ അതിന്റെ കൊളാബറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു. അത് വേറെ കാര്യം. പിന്നെ ചിലപ്പോ അതിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കാം, മോശമായിട്ടല്ല, മറന്നുപോയതോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇവിടെ വന്നതിന് ശേഷം സംസാരിക്കുന്നത് ഇതുവരെ വന്നിട്ടില്ല തോന്നുന്നു, എനിക്കറിയില്ല. ഒരു ജ്വല്ലറി കാഞ്ഞങ്ങാടുണ്ട്, അല്ലാണ്ട് റിസോർട്ട് കാര്യങ്ങളുണ്ടോ എന്റെ അറിവിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് കോണ്ടാക്ട് കാര്യങ്ങൾ വന്നിട്ടില്ല. പിന്നെയും എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാൾക്ക് വേറൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇനി ആ ചേട്ടൻ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരും അവരുടെ സൈഡ് വന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല. ലൈക്ക് അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ എനിക്ക് പേഴ്സണലി ഈ പറയുന്ന ബോച്ചെ എന്ന് പറയുന്ന വ്യക്തിന്റെ കയ്യിൽ നിന്ന് ഒരു മോശമായിട്ടുള്ള അനുഭവം കാര്യങ്ങളല്ല ഉണ്ടായിട്ടുള്ളത്. ഇയാളുടെ PA എന്ന് പറയുന്ന വ്യക്തി എന്താ വെച്ചാൽ ഞാൻ ഈ ഹണിറോസിന്റെ ഇഷ്യൂ വന്ന സമയത്ത് ഹണിറോസ് ഇട്ട ഒരു പോസ്റ്റിന്റെ ആ ചേച്ചി ഇട്ട പോസ്റ്റിന്റെ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതില് ഇവന്മാരല്ലെങ്കിൽ നേരിട്ടല്ല ഈ കോടികളുടെ പരിപാടി എന്താ വെച്ചാൽ അവർക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാഫ് ഉണ്ട്. ഇപ്പൊ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ തന്നെ അതിലെ പിന്നെ ഇയാള് പിന്നെ പറഞ്ഞല്ലോ ജ്വല്ലറിയിലുള്ള പെൺകുട്ടികളുടെ അടുത്ത് വരെ മോശമായി പെരുമാറുകയും അബോർഷൻ നടത്തുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. കാരണം ക്യാൻവാസ് ചെയ്ത് കൊടുക്കാൻ ലേഡി സ്റ്റാഫ് വരെയുണ്ട്. അത് മലയാള സിനിമയിൽ പണ്ടുണ്ടായിരുന്നു. സുകുമാരി അമ്മയ്ക്ക് അതായിരുന്നു പരിപാടി. സുകുമാരി അമ്മ എന്നൊന്നും വിളിക്കാൻ പാടില്ല. സുകുമാരിക്ക് പുതിയ നടികൾ വരുമ്പോൾ മക്കളെ നമുക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല, അവർ ഹീറോയിനാക്കും, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് ഈ മുതിർന്ന നടന്മാർക്ക് വേണ്ടിയിട്ട് ഇവരെ ക്യാൻവാസ് ചെയ്യുകയും അവരെ ബ്രെയിൻ വാഷ് ചെയ്യുകയും അവരെ ഇവരുടെ കിടപ്പറയിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം സുകുമാരി വഹിച്ചിരുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. മരിച്ചുപോയി എന്ന് കരുതിയിട്ട് ആരും വിശുദ്ധരാവുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനത് സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചത്. മൂട് താങ്ങി നടക്കുന്ന കുറച്ച് ആൾക്കാർക്കും കൂടിയുള്ള പണി വരുന്നുണ്ട്. അപ്പൊ മേ ബി ഒന്നെങ്കിൽ കമന്റ് ഇടുന്ന ആൾക്കാരാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇയാളുടെ ഇടംബലം നിൽക്കുന്ന PA-മാരോ അല്ലെങ്കിൽ അങ്ങനെ ആരുടെ ആണ്. കാരണം ഈ PA എന്ന് പറയുന്ന അന്നുണ്ടായിരുന്ന, ഇന്ന് ആരാണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ ഇന്നത്തെ PA ആണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, ഇന്ന് ആരാണ് PA എന്ന് എനിക്കറിയില്ല. അന്ന് ആ ടൈമിലുള്ള ആള് അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഡൂഡ് കോണ്ടാക്ട് നമ്പർ ഒരുപാട് അല്ലെങ്കിൽ ആ ആളെ പോയി കാണാം. ഡൂഡിന് ഈ ദേഷ്യം തീരുന്നില്ലാത്തത് കൊണ്ട് പിന്നെ പോയി കാണാം അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാനല്ല ഡൂഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൊ എന്തെങ്കിലും കാര്യമായിട്ട് ആള് പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മേ ബി അത് എനിക്ക് ഹേർട്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും പറയാത്തെന്ന് വെച്ചാൽ നമ്മളത് വിട്ടു. അതിനുശേഷം ഞങ്ങൾ കോണ്ടാക്ടും കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ അവരെ വിളിക്കാനോ അങ്ങനെയൊന്നും പോയിട്ടില്ല. ലാസ്റ്റ് എനിക്ക് അയച്ച മെസ്സേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ന്യൂ ഇയറിന്റെ ഒരു പിന്നെ DJ വേണം എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊരു ടിക്കറ്റ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ. അത് എനിക്ക് തോന്നുന്നു ഫോർവേഡ് മെസ്സേജ് ആണ്, ഈ ബ്രോഡ്കാസ്റ്റിലൊക്കെ ഇടുന്ന മെസ്സേജ് ആണ്. അതായിരുന്നു ലാസ്റ്റ്. അപ്പം നമുക്ക് ചിലപ്പോ ഇപ്പൊ നമ്മൾ നമുക്ക് ചിന്തിക്കാം എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ PA-ന്റെ അടുത്ത് ഞാൻ പറയാണ്ട് ആ ആളൊരു കാര്യം എന്റെ അടുത്ത് വന്ന് പറയില്ല, മൂന്നാമതൊരാളടുത്ത് പോയി പറയില്ല. കാരണം അതെനിക്ക് മോശമാണല്ലോ. ബോച്ചെ പറയാണ്ട് ചിലപ്പം PA വന്നിട്ട് എന്റെ അടുത്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡൂഡിന്റെ അടുത്താണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു കാര്യം പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബോച്ചയുടെ ക്രെഡിബിലിറ്റിനെയും അല്ലെങ്കിൽ ആളുടെ ക്യാരക്ടറിനെയാണ് അത് ബാധിക്കുക. അപ്പൊ എനിക്കറിയില്ല ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. ഈ ബോച്ചയെ നാണം കെടുത്താൻ വേണ്ടി ആള് ചെയ്തതാണോ അല്ലെങ്കിൽ ബോച്ചെ തന്നെ പറഞ്ഞിട്ട് ചെയ്തതാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പിന്നീടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങള് സീരിയസ് ആയിരുന്നു സംസാരിക്കുന്ന സമയത്ത് എന്റെ അടുത്ത് ഡൂഡ് പറഞ്ഞത് അയാള് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഡൂഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ഇന്നും അയാള് തന്നെയാണ്, എനിക്കറിയില്ല ഇന്ന് ആരാണ് അയാളുടെ PA എന്നുള്ളത്. അയാൾ എനിക്കൊന്ന് കേരളക്കാരനല്ല തോന്നുന്നു, പക്ഷെ മലയാളം അറിയാം. കേരളത്തിലല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അയാൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ PA അയാളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നില്ല. പിന്നെ അപ്പം എവിടെയെങ്കിലും വെച്ച് ഇയാളെ അന്വേഷിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ
നിന്നെ ഞാൻ കൊല്ലും ഞാന്, മനസ്സിലായില്ലേ? നീ അന്ന് ഇതാണ് പറയുന്നത്, ഇവിടെ ആടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടല്ലോ, നിന്നെ ഞാൻ മറ്റേ തുപ്പും എന്നൊക്കെ പറഞ്ഞ പോലെ. തുപ്പൊന്നുമില്ല, അത് വേറെ കാര്യം. പിന്നെ കിട്ടണോ, നിങ്ങൾ എന്റെ കൈമ കിട്ടും. അപ്പോ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഡൂഡിന്റെ സൈഡ് എന്താണെന്നുള്ളത് സീക്രട്ട് ഏജന്റിന്റെ വീഡിയോയിൽ പറയുന്നത്. അഗൈൻ ഞാൻ പറയുന്നു, നിങ്ങൾ ഇനി എന്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴത്തെ ആണ് ചീത്ത വിളിക്കാണെന്ന് പോയി കളയരുത്. പിന്നെ ഇപ്പൊ ആരാണെന്നുള്ളത് എനിക്ക് അറിയില്ല. ആ സമയത്ത് 4 വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു സംഭവമാണിത്. വേറെയും ഒരുപാട് ആൾക്കാർക്ക് എന്തൊക്കെയോ അനുഭവങ്ങളുണ്ട്, എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് സോഷ്യൽ ഏരിയയിൽ വന്ന് പറയാനുള്ള പേടിയാണ്. ആക്ച്വലി നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ പൈസയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ രാഷ്ട്രീയ പിടിപാടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വേറെ കുറച്ച് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരെയൊക്കെ കുറിച്ച് പറയാനും അവരുടെയൊക്കെ റിയൽ ഫേസ് കൊണ്ടുവരാനൊക്കെ ആൾക്കാർക്ക് പേടിയാണ്. കാരണം എല്ലാവരും അങ്ങനെയാണ്. ജീവനിൽ ഭയമില്ലാത്ത ആൾക്കാരുണ്ടാവും, അറിയില്ല. അതൊക്കെ പേടിച്ചിട്ടാണ് പലരും പല അനുഭവങ്ങൾ പറയുന്നത്. ചിലപ്പോൾ നമ്മളിരിക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുമായിരിക്കും, നമ്മളടുത്ത് പറയുമായിരിക്കും. അല്ലാണ്ട് അതൊരു സോഷ്യൽ ഏരിയയിൽ വന്ന് പറയാ, അല്ലെങ്കിൽ കേസ് കൊടുക്കുക, അതൊക്കെ ധൈര്യത്തിന്റെ അല്ല കേട്ടോ. അത് ഈ പറയുന്ന പോലെ ജീവനിൽ പേടിയുള്ളത് കൊണ്ടാണ്. എന്ത് തന്നെ ആയാലും ഇപ്പൊ ഹണി റോസ് എന്ന് പറഞ്ഞ ചേച്ചീന്റെ കേസും കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. കമന്റ് ഇട്ട 30ഓളം ആൾക്കാരിൽ ഒരാളെയൊക്കെ പിടിച്ചുകൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ലതാണ്. ഞാൻ മുന്നേയും പറഞ്ഞതുപോലെ പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കമന്റ് ഇട്ടവരെയും എല്ലാവരെയും പെട്ടെന്ന് തന്നെ പൊക്കും. നിങ്ങൾ ഈ ചിന്തിക്കുന്ന പോലെ നമ്മളൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട ഇവർക്കൊക്കെ ജീവപര്യന്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ ഒരു മോർഫിങ്ങിന്റെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതാവേ അവർക്ക് ജീവപര്യന്തം കിട്ടും, അല്ലെങ്കിൽ 15 വർഷം തടവ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. ചിലപ്പോൾ ഒരു 2 ദിവസം അല്ലെങ്കിൽ 14 ദിവസം അല്ലെങ്കിൽ 1 ദിവസം പോലും നിർത്താണ്ട് അവർക്ക് ഊരിപ്പോരാൻ വേണ്ടി പറ്റുമായിരിക്കും. പക്ഷേ അങ്ങനെയെങ്കിലും ചെയ്തിട്ടില്ലെന്ന് നമുക്കൊരു മനസ്സമാധാനക്കേട് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം ഈ ഹണി റോസ് നയിച്ചിര കേസിലാണ് എന്നുണ്ടെങ്കിലും പിന്നെ ആളെ പിടിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ബോച്ചേന്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പോ അങ്ങനെ എന്തോ ആണ് തോന്നിട്ടിട്ടുള്ളത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വീഡിയോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും അയച്ചു തരാം. കാരണം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്കൊന്നും അത് കിട്ടിയിട്ടില്ല തോന്നുന്നു. പോലീസുകാരെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പോലീസുകാരായാലും അത് പുറത്തു വിടണം, ന്യൂസുകാരാണെന്നുണ്ടെങ്കിലും. കാരണം കമന്റ് ഇട്ട ആളെ അങ്ങനെ കൊണ്ടുപോയി ശ്രദ്ധിക്ക് ജാമ്യമില്ല വകുപ്പിന് കേസെടുത്ത ബോച്ചെ എന്ന് പറയുന്ന വ്യക്തിയെ എന്തായാലും വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ജീപ്പ് കയറ്റി കൊണ്ടുപോയിട്ടുണ്ടാവാം. കാരണം കേരള പോലീസിന് അങ്ങനെ പണമുള്ളവനോടും പണമില്ലാത്തവനോടും വിവേചനം കാണിക്കേണ്ട ആവശ്യം കേരള പോലീസിനില്ല. പിന്നെ ഇവര് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരല്ലേ, എല്ലാവരുടെയും പൈസ കൊണ്ട് ജീവിക്കുന്നവരല്ലേ. അപ്പൊ പിന്നെ ഈറ്റിങ്ങക്ക് പിന്നെ അങ്ങനെ വിവേചനം കാണിക്കേണ്ട ആവശ്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കേരള പോലീസിന്. എന്തായാലും സാധാരണക്കാരൻ എല്ലാവരും മനുഷ്യന്മാരായിരിക്കുമല്ലോ അവർക്ക്. അവരെ ഈ കമന്റ് ഇട്ട ആളെ കൊണ്ടുപോയ പോലെ തന്നെ എന്തായാലും ജാമ്യമില്ല വകുപ്പിന് ബോച്ചേനെയും കൊണ്ടുപോയിട്ടുണ്ടാവും. ചിലപ്പോ അവർ വീഡിയോ പുറത്തു വിടാത്ത, പക്ഷെ പുറത്തു വിടണം. സാധാരണക്കാരന് ബോച്ചയ്ക്കും സാധാരണക്കാരന് എന്ത് വ്യത്യാസമാണുള്ളത്? മാനവും മര്യാദയൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണ്. ചെയ്യും കേരള പോലീസ് എന്തായാലും അങ്ങനെ വിവേചനം ഒന്നും കാണിക്കൂല. അങ്ങനെ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചത്തൂടെ എന്ന് ഞാൻ ചോദിക്കും. കാണിച്ചിട്ടുണ്ടെങ്കിൽ ചത്തൂടെ എന്ന് ഞാൻ ചോദിക്കും. കാണിക്കില്ല, നിങ്ങൾ കാണിക്കില്ല. നിങ്ങൾ ഗവൺമെന്റിന്റെ ശമ്പളവും തിന്ന് ആത്മാർത്ഥമായിട്ട് ജോലി എടുക്കുന്ന കേരള പോലീസ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. എന്നാൽ പുറത്തു വരുമായിരിക്കും, വീഡിയോ പുറത്തു വരുമായിരിക്കും. എന്ത് തന്നെ ആയാലും ഹണി റോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ധൈര്യത്തിന് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. ആ ധൈര്യം കിട്ടിയത് ഒരുപാട് പേര് ബാക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സിനിമ ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ അല്ലാണ്ടൊക്കെ ഒരുപാട് പേര് ബാക്ക് സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ആൾക്ക് ആ ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ കിട്ടിയത്. വാട്ട് എവർ ഇറ്റ് ഇസ്, എന്തായാലും ഇതിന്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. ഞാൻ ഈ പറഞ്ഞതിന്റെ ബാക്കി സീക്രട്ട് ഏജന്റ് നിങ്ങളടുത്ത് പറയും. എന്താണ് PA കറക്റ്റ് ആയിട്ട് പറഞ്ഞേ എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് അങ്ങനെ കാണാം. ഇതിപ്പോ എനിക്ക് പേഴ്സണലി ഒരു 4 years ബാക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവമാണ്. സുഹൃത്തുക്കളെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെൺകുട്ടി പറഞ്ഞ ഒരു കാര്യമാണ്. കേരള പോലീസ് വളരെ മികച്ച പോലീസാണ്, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാവാതിരുന്നാൽ ഇവിടെ സാധാരണക്കാരനെ പിന്നെ വീട്ടിൽ പോയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ 3-4 ആൾ ചേർന്ന് ഒരു ഫുള്ള് മേടിച്ച് ഏതെങ്കിലും കലികിൻ്റെ അരികിലിരുന്ന് പിടിച്ച് പിന്നെ കണ്ടുപിടിക്കുമ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കുപ്പിയും കയ്യിൽ വെപ്പിച്ചിട്ട് അവൻ്റെ ഫോട്ടോ എടുത്തിട്ട് പത്രക്കാർക്ക് മുഴുവൻ കൊടുക്കും. എന്താണ് ബോച്ചയ്ക്കുള്ള പ്രിവിലേജ്? കയ്യിൽ പൈസ ഉണ്ട് എന്നുള്ളതാ? ആ പൈസയുടെ പങ്ക് ഇവർക്കാർക്കെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാ? ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് കൃത്യമായിട്ട് ഇടപെടുകയാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നത്, അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ഇതെല്ലാം തന്നെ ആ വീഡിയോസ് എല്ലാം തന്നെ പുറത്തുവിടേണ്ടതാണ്. എത്ര വലിയ രഹസ്യമായിട്ട് ചെയ്യാൻ? ഇവനാരാ? പത്മശ്രീ കിട്ടിയവനോ?
ഭാരതരത്ന കിട്ടിയവനോ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവനോ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവോ? ആരാണിവൻ? അമ്മച്ചിമാർ വിടുന്ന ചട്ടയും മുണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു വൃത്തികെട്ട കോമാളി, വെറും ലിംഗം കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ഒരു മനുഷ്യത്തില്ലാത്ത ഒരുത്തൻ. മോളെ കല്യാണമൊക്കെ പള്ളിയിൽ വെച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് നടത്തിയിട്ട് ഇവരേത് പള്ളിയുടെ ഉള്ളിൽ കയറ്റാൻ പാടുണ്ടോ? തെമ്മാടി. യേശു ക്രിസ്തു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവരെയൊക്കെ ചാട്ടവാറുകൊണ്ട് അടിച്ചിട്ട് അന്ന് പുറത്തിറക്കൂലേ? പള്ളി കയറ്റി അച്ഛനെ വരെ അടിച്ച് ശരിയാക്കി വിടൂലേ? പിന്നെ കുറെ പൈസ ഉണ്ടെന്ന് കണ്ട് ഇവരൊക്കെ സ്തുതി പാടി നടക്കുന്ന കുറെ ഫാൻസ് അസോസിയേഷൻകാർ മാര് വൃത്തികെട്ടവനൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുക. ഞാൻ പറയുന്നു, കേരള പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ മുഖ്യമന്ത്രിയുടെ, അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ, അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അനാവശ്യമായ ഇടപെടലുകളും സ്വാധീനവും ഇതിനകത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവന് സമയത്തിന് കുറ്റപത്രം സമർപ്പിക്കുകയും വിചാരണ തടവുകാരനായിട്ട് ജയിലിൽ കഴിയുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവും. ഇല്ലെങ്കിൽ ഇവര് ദിലീപിന്റെ കാര്യത്തിൽ നാടകം കളിച്ചതുപോലെ അറസ്റ്റ് ചെയ്തു വെച്ചാൽ ചോദിച്ചു, അറസ്റ്റ് ചെയ്തു, എന്നാൽ ജാമ്യം കിട്ടിയോന്ന് വെച്ചാൽ ജാമ്യം കിട്ടി. കൃത്യസമയത്ത് കുറ്റപത്രം സമർപ്പിക്കാൻ ബൈജു കെ പൗലൂസിനെ പോലെയുള്ള നല്ല ഉദ്യോഗസ്ഥരുണ്ടായിട്ട് പോലും അവരുടെ മേലെ സമ്മർദ്ദം വന്നതിന്റെ ഭാഗമായിട്ടാണ് അവന് പുറത്തേക്ക് പോരാനുള്ള വടിയൊരുങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അവൻ വിദേശത്ത് ഷോയൊക്കെ നടത്തി. സാധാരണക്കാരന് നിഷേധിക്കപ്പെടുന്ന സ്വാഭാവിക നീതി ഒരു വശത്ത്, പണക്കാരന്, സ്വാധീനമുള്ളവന്, അവന് ബാധകമല്ലാത്ത നിയമങ്ങൾ മറുവശത്ത്. ഇത് തെറ്റാണ്. ഇവനെ പുറം ലോകത്തേക്ക് ഇനി കാണാത്ത രീതിയിൽ, ഇനി ഇവന്റെ കൂടിത്തരം നടക്കാത്ത രീതിയിൽ, അതേപോലെ തന്നെ ഇവന്റെ സ്വത്ത് വിവരങ്ങൾ, കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമത്തിന് ശേഷം കേരളത്തിൽ എത്ര ഭൂമി ഒരാൾക്ക് കൈവശം വെക്കാന്നുള്ളതിനുള്ള കണക്കുണ്ട്. അതിൽ കവിഞ്ഞ ഭൂമി ഇവന്റെ കയ്യിലുണ്ടോ? ഇവനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണം. ഇവന്റെ ബിസിനസ്സുകളുടെ പിന്നിലുള്ള തട്ടിപ്പുകൾ അന്വേഷിക്കണം. അങ്ങനെ വരുമ്പോൾ ഇവന് ഇരയായ കൂടുതൽ പെൺകുട്ടികൾ മുമ്പിലേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർവ്വതും നഷ്ടപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അച്ഛനെയും അമ്മയും വേദനിപ്പിക്കേണ്ടെന്ന് എഴുതി ആത്മഹത്യ ചെയ്യാതിരുന്ന പെൺകുട്ടികളുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം കുറെ ചരിത്രങ്ങൾ. ഇതൊക്കെ ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കണം. സിദ്ദീഖിന് ജാമ്യം കിട്ടി. ഇങ്ങനെയുള്ളവർ ചെയ്യുന്നവരെല്ലാം ജാമ്യം കിട്ടി പോവുക. ഗോവിന്ദചാമ്യം ഉള്ളിൽ കിടക്കുക. അതിന് കൈയില്ല, അതിന് വേണ്ടിയിട്ട് കേസ് നടത്താൻ ആരുമില്ല. പിന്നെ വന്നതൊരു ആളൂരെന്ന് പറയുന്ന എവിടെന്നോ ഒപ്പിച്ച LLB കൊണ്ട് നടന്ന് ഉള്ള വൃത്തികെട്ട കേസുകളിൽ മുഴുവൻ പബ്ലിസിറ്റി, ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഫീസ് വാങ്ങാതെ കേസ് വാദിക്കാൻ വരിക. എന്തായാലും ആളൂരിന്റെ അടപ്പുരി, ആളൂര് ഏതെങ്കിലും കേസ് വിജയിച്ചു കഴിഞ്ഞാൽ ആളൂരിന് ഇഷ്ടം പോലെ കേസ് കിട്ടുമായിരുന്നു, കോടിക്കണക്കിന് ഫീസും മേടിക്കായിരുന്നു. ആളൂര് തൊടുന്നത് മുഴുവൻ സ്വർണ്ണമാകുകയല്ല, സ്വർണം പോലും ഇയാൾ തൊട്ട് കഴിഞ്ഞാൽ പിടിച്ച് ഇരുമ്പായി മാറുന്നത് കൊണ്ട് ആളൂരിന് ഇപ്പൊ കേസും ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ തന്നെ വേണ്ടത്. വൃത്തികെട്ട എല്ലാ അവന്മാരും ലോക്ക് ചെയ്യപ്പെടണം. അങ്ങനെ ഈ നാട് നന്നാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. മോശയെക്കുറിച്ച് ഇനിയും പറയാനുണ്ട്.